നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സെൽ ബയോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മെംബ്രെയിൻ ലിപ്പിഡ്സിനെ കുറിച്ച് വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കി. മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സ്, മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്നിവയാണ് നമുക്കിനി പഠിക്കേണ്ടത്. വളരെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെ വളരെ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. പിന്നീട് നമുക്കത് റിവൈസ് ചെയ്യുമ്പോൾ അതൊരൊറ്റ തവണ ഒരു റിവിഷൻ മാത്രം നടത്തുന്ന രീതിയിൽ വളരെ നന്നായി പഠിച്ചു വയ്ക്കാം. മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ സെൽ മെംബ്രെയിനിൽ the carbohydrate rich zone on the outer cell surface is known as cell coat or glycocalyx. നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് സോണിനെ നമ്മൾ സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോകാലിക്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്ലൈക്കോകാലിക്സ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അല്ലേ, അത് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ട് നിർമ്മിതമാണ് എന്ന് വ്യക്തമാണ്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന രീതിയിലാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവ ഒലിഗോസാക്കറൈഡ്സ് ആണ്. അപ്പോൾ ഒലിഗോസാക്കറൈഡ്സിന് വെറുതെ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാതെ, അതായത് സെൽ മെംബ്രെയിൻ പ്രോട്ടീനുമായിട്ടോ അല്ലെങ്കിൽ ലിപ്പിഡുമായിട്ടോ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇവ നിലകൊള്ളുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന രീതിയിലാണ് മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് കാണാൻ കഴിയുക. അതിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനം, അതായത് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് O ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ N ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയായിരിക്കും ഗ്ലൈക്കോ പ്രോട്ടീനിലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ റെസിഡ്യൂമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ഗ്ലൈക്കോ ലിപ്പിഡിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോവാലൻ ബോണ്ടായ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ എസ്റ്റർ ബോണ്ട് ഒക്കെ കൊണ്ടായിരിക്കും ഗ്ലൈക്കോ ലിപ്പിഡിലേക്ക് ഈ ഒലിഗോസാക്കറൈഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ലിപ്പിഡിലേക്ക് വന്നിട്ട് ഒലിഗോസാക്കറൈഡ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് നമ്മളതിനെ പറയുന്നത്. ആ ഒരു ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും, അത് കോവാലൻറ്റ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ എസ്റ്റർ ബോണ്ട് ആയിരിക്കും. ഓക്കെ, ഗ്ലൈക്കോ പ്രോട്ടീൻസിലാണെങ്കിൽ O ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അതിപ്പോൾ ഓക്സിജൻ ആറ്റവുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിലാണ് നമ്മളതിന് O ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ബ്രാഞ്ച്ഡ് ഒലിഗോസാക്കറൈഡ്സ്. അപ്പോൾ മെയിൻലി ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഒലിഗോസാക്കറൈഡ്സ് ആയിരിക്കും. അതായത് മൂന്നോ അതിലധികമോ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഉണ്ടാവും. ഒലിഗോസാക്കറൈഡ്സ് ആയിരിക്കും ഇവ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡാമേജിൽ നിന്നും സെല്ലിനെ ഇത് സംരക്ഷിക്കുന്നു. മെനി മേജർ ഫങ്ഷൻസ് ആർ ദെയർ. നമ്മൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഫിൽട്ടർ ആൻഡ് റെഗുലേറ്റ് ദ പാസേജ് ഓഫ് മോളിക്യൂൾസ് അക്കോർഡിംഗ് ടു സൈസിനനുസരിച്ച് മോളിക്യൂൾസിൻ്റെ പാസേജിനെ അതായത് ഇതിലേക്ക് ബൈൻഡ് ചെയ്ത് പിന്നെ പ്രോട്ടീൻ വഴി അകത്തേക്ക് കടത്തിവിടാനൊക്കെ ഈ കാർബോഹൈഡ്രേറ്റുകൾ സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് എ മൈക്രോ എൻവിയോൺമെൻറ്റ് ഫോർ ദ സെൽ. ഓരോ സെല്ലിനും ഒരു മൈക്രോ എൻവിയോൺമെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഗ്ലൈക്കോ കാലിക്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മറ്റ് ഫോറിൻ ബോഡീസോ, കാരണം ഇതിനൊരു ആൻറ്റിജനിക് പ്രോപ്പർട്ടിയും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒരിക്കലും മറ്റുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡിയൊന്നും വന്ന് നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരിട വരില്ല. സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ഓർ ലെക്റ്റിൻസ് ഐഡൻറ്റിഫൈ ദ ഗ്ലൈക്കോ കാലിക് സെൽസ് ഡ്യൂറിങ് മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു മാസ് ഓഫ് സെൽസ് വന്നാൽ പിന്നീട് മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് നടക്കും അല്ലേ. നമ്മുടെ ഓരോ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ പർട്ടിക്കുലർ സെൽസ്, ഇപ്പം ന്യൂറൽ സെൽസ് ആണെങ്കിൽ ന്യൂറൽ സെൽസിനെ, ഇപ്പോൾ ലിവറുമായി ബന്ധപ്പെട്ട ലിവർ ഫോം ചെയ്യേണ്ട കോശങ്ങളാണെങ്കിൽ അതൊരു സ്ഥലത്ത് അഗ്രിഗേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ അഗ്രിഗേഷൻ, കൃത്യമായ സെൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് ഈ സെല്ലുകളുടെ പുറമേയുള്ള ഗ്ലൈക്കോ കാലിക്സിലെ അല്ലെങ്കിൽ സെൽ അഡ്ഹഷൻ മോളിക്യൂൾസിനെ, ലെക്റ്റിൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായ മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഗ്ലൈക്കോ കാലിക്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. എനേബിൾ ദ സ്പേം ടു റെക്കഗ്നൈസ് ദ എഗ് അല്ലേ, എഗ്ഗിനെ പിന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഗ്ലൈക്കോ കാലിക്സിലെ എഗ്ഗിൻ്റെ പുറമേയുള്ള മെംബ്രെയിനിലുള്ള ഗ്ലൈക്കോ കാലിക്സ് റെസിഡ്യൂസ് ആണ് സഹായിക്കുന്നത്. ദെൻ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ക്യാൻസർ. ശരിയാണ്, കാരണം ഇതൊരു മൈക്രോ എൻവയോൺമെൻറ്റ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ക്യാൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലൈക്കോ കാലിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോശങ്ങളുടെ കൃത്യമായ അഡ്ഹറിങ് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കാനോ അതിനെ കൃത്യമായി തടയാനായിട്ട് ഈ ഗ്ലൈക്കോ കാലിക്സ് കോട്ടുള്ളത് കൊണ്ട്, സെൽ കോട്ടുള്ളത് കൊണ്ട് കഴിയും. ഇനി ഇൻഫ്ലമേഷൻ റെഗുലേഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ റെഗുലേഷൻ മീൻസ് ഇപ്പോൾ നമ്മുടെ ബോഡി ഓൺ സെൽസിനെ തന്നെ ലൂക്കോസൈറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്ത് പിന്നെ അതിനെ നശിപ്പിക്കുന്ന ഒരു രീതി, അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഗ്ലൈക്കോ കാലിക്സ് ഉള്ളത് കൊണ്ട് കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഗ്ലൈക്കോ കാലിക്സ് അല്ലെങ്കിൽ സെൽ കോട്ടിൻ്റെ ഓരോരോ ഫംഗ്ഷനാണ്. ഇനി മെംബ്രെയിൻ പ്രോട്ടീൻസിലേക്ക് വരികയാണെങ്കിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഓർ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ഓർ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആർ ദെയർ. പെരിഫറൽ പ്രോട്ടീൻസ് ആർ ദെയർ. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ആർ ദെയർ. അതിൽ
Transmembrane proteins or intrinsic proteins or integral proteins. These are the same terms. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ തന്നെയാണ് ഇൻട്രൻസിക് പ്രോട്ടീൻ, ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത്. മെംബ്രെയിനിൽ ഇങ്ങനെ സ്പാൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, മെംബ്രെയിനിൽ ത്രൂ ഔട്ട് സ്പാൻ ചെയ്യുന്ന നിൽക്കുന്ന രീതിയിലാണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് നമുക്ക് കാണാൻ കഴിയുക. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. ആൻഡ് പെപ്റ്റൈഡ് സീക്വൻസ് ദാറ്റ് സ്പാൻസ് ദ മെംബ്രെയിൻ ഓർ ദ ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റ് ഇസ് ലാർജ്ലി ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതായത് മെംബ്രെയിനിൻ്റെ അകത്തുകൂടെ സ്പാൻ ചെയ്ത് പോകുന്ന ആ ഒരു ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റ് ലാർജ്ലി ഹൈഡ്രോഫോബിക് ആണ് അല്ലേ. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ ലിപ്പിഡ് ബൈലെയർ. വിനോ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള റീജിയൻ ആണെങ്കിൽ അത് നമ്മുടെ പുറം വശങ്ങളിലായിരിക്കും കാണപ്പെടുന്നത്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മോളിക്കുലാർ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് സച്ച് ആസ് അയോൺസ് ആൻഡ് പ്രോട്ടീൻസ് അക്രോസ് ദ മെംബ്രെയിൻ. അയോൺ ചാനലുകളും അതുപോലെ പ്രോട്ടീൻ ചാനലുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ മോളിക്യൂൾസിനെ പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും കടത്തിവിടാനായിട്ട് സഹായിക്കുന്നു. സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ അക്രോസ് ദ മെംബ്രെയിൻ, അതൊരു ഫംഗ്ഷനാണ് മെംബ്രെയിൻ പ്രോട്ടീൻ്റെ. ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓർ ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റ്, ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിംഗിൾ സ്പാൻ ഓർ ബൈടോപ്പിക്. അതായത് ഒറ്റ സ്പാനേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ ആ ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റുകളുടെ എണ്ണം അനുസരിച്ച് ഒരൊറ്റ സ്പാൻ ഒരു സെഗ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ ബൈടോപ്പിക് അല്ലെങ്കിൽ സിംഗിൾ സ്പാൻ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയും. മൾട്ടി സ്പാൻ ആണെങ്കിൽ പോളിടോപ്പിക് ആണെന്ന് പറയും. മൾട്ടി സ്പാൻ ആണെങ്കിൽ അതായത് പല ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റുകൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അധികം സെഗ്മെൻറ്റുകളുണ്ടാവും. ദാറ്റ് ഈസ് പോളിടോപ്പിക്. ഇനി മോണോടോപ്പിക് ഇൻറ്റഗ്രൽ പ്രോട്ടീൻ മീൻസ് ദേ ആർ പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു ദ സെൽ മെംബ്രെയിൻ ഫ്രം വൺ സൈഡ്. മോണോടോപ്പിക് ഉണ്ട്. മോണോടോപ്പിക് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ലിപ്പിഡ് ലെയർ അത് കടന്നു പോകുന്നില്ലായിരിക്കും, പക്ഷെ നല്ല ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രം പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മറ്റേ സൈഡിൽ അത് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ അത് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മോണോടോപ്പിക് ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൈടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബൈടോപ്പിക് മീൻസ് സിംഗിൾ സ്പാൻ ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റേ ഉള്ളുവെങ്കിൽ ബൈടോപ്പിക് എന്ന് പറയുന്നു. മൾട്ടി സ്പാൻ ആണ്, മൾട്ടി ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ പോളിടോപ്പിക് എന്ന് വിളിക്കുന്നു. മോണോ എന്നുള്ള അർത്ഥം കൊണ്ട് ഒരു ട്രാൻസ്മെംബ്രെയിൻ സെഗ്മെൻറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. മോണോടോപ്പിക് എന്നാൽ പെർമനൻ്റ്ലി അത് ഒരൊറ്റ സൈഡിൽ മാത്രം പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ പ്രോട്ടീനുകൾ കാണാൻ കഴിയുക. ഓക്കെ, ഇനി ബൈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ആൽഫ ഹെലിക്കൽ പ്രോട്ടീൻസ് ആൻഡ് ബീറ്റ ബാരൽ പ്രോട്ടീൻസ്. ആൽഫ ഹെലിക്കൽ പ്രോട്ടീൻസ് ആൻഡ് ബീറ്റ ബാരൽ പ്രോട്ടീൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽഫ ഹെലിക്കൽ പ്രോട്ടീൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ ബാക്ടീരിയൽ സെൽസ് ആൻഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് യൂക്കാരിയോട്ടിക് സെൽസ്. യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലും ബാക്ടീരിയൽ കോശങ്ങളുടെ ഇന്നർ മെംബ്രെയിനിലും ഒക്കെ നമുക്ക് ആൽഫ ഹെലിക്കൽ പ്രോട്ടീൻസിനെ കാണാൻ കഴിയും. In human beings, 27% of all proteins have been estimated to be alpha helical membrane proteins. നമുക്കൊരു 27% ആൽഫ ഹെലിക്കൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് തന്നെയാണ്. ബീറ്റ ബാരൽ പ്രോട്ടീൻസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിലും നമ്മുടെ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഔട്ടർ മെംബ്രെയിനിലുമൊക്കെയാണ് ബീറ്റ ബാരൽ പ്രോട്ടീൻസ് കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, beta barrel proteins are found only in the outer membrane of gram-negative bacteria, cell wall of gram-positive bacteria, outer membrane of mitochondria and chloroplast. Okay, so alpha helical and beta barrel proteins are the classification of transmembrane protein on the basis of structure. ഇപ്പോൾ മെംബ്രെയിൻ പമ്പ്സ്, ഇപ്പോൾ നമ്മൾ പറയുന്ന മെംബ്രെയിൻ പമ്പുകൾ, ഇപ്പോൾ F0, F1 ATPase അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. F0, F1 ATPase, പിന്നെ ക്യാരിയേഴ്സ്, ചില മെംബ്രെയിൻ ക്യാരിയേഴ്സ്, ചില മെംബ്രെയിൻ ചാനൽ, സോഡിയം ചാനൽസ്, പൊട്ടാസ്യം ചാനൽസ്, അങ്ങനെയുള്ള ചാനൽസ് ഒക്കെ ഈ പറയുന്ന മെംബ്രെയിൻ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ, ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ് ഒക്കെ മെംബ്രെയിൻ പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് ആർ എക്സ്ട്രിൻസിക് ആണ്. എക്സ്റ്റെൻസീവ് എന്നല്ല, എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്നാണ്. അതവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടുള്ളതാണ്. എക്സ്ട്രിൻസിക് എന്നാണ്. പെരിഫറൽ പ്രോട്ടീൻസ് ആർ നോൺ ആസ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ്. ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. അപ്പം ചില എൻസൈം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഇവ. പെരിഫറലി ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്വാപോറിൻ ഈസ് എ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇൻറ്റഗ്രൽ മെംബ്രെയിൻ ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ ബൈ അയോണിക് ഇൻട്രാക്ഷൻ. അത് ഒരു ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനുമായിട്ട് അയോണിക് ഇൻട്രാക്ഷൻ വഴി
കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീനാണ് അക്വാപോറിൻ. ജലചാനലുകളുണ്ടല്ലോ, നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിൽ ജലചാനലുകളെക്കുറിച്ച് അക്വാപോറിൻ്റെ 8 യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അക്വാപോറിൻ എന്നത് ഒരു പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അത് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് അക്വാപോറിനിലൂടെ അത് വർക്ക് നടക്കുന്നത്. ഓക്കെ, അക്വാപോറിൻ ഈസ് എ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ. ദെൻ lipid anchored proteins. They are also known as lipid linked protein and are located on the surface of the cell membrane, covalently attached to the liquids. Liquids alla lipids ആണ്. Covalently attached to the lipids embedded within the cell membrane. അപ്പോൾ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ്സുമായിട്ട് കോവാലൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസിനെ കാണാൻ പറ്റുക. ഓക്കെ, ലിപ്പിഡ് ലിങ്ക്ഡ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. ദേ ആർ എ ടൈപ്പ് ഓഫ് പ്രോട്ടിയോ ലിപ്പിഡ്സ്. ഇവരൊരു ടൈപ്പ് പ്രോട്ടിയോ ലിപ്പിഡ്സ് ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അസൈലേഷൻ പ്രോസസ്സ് നടന്നിട്ട് വരുന്ന, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് മനസ്സിലാക്കാം. ദേ ആർ എ ടൈപ്പ് ഓഫ് പ്രോട്ടിയോ ലിപ്പിഡ്സ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. 3 തരത്തിലാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസിനെ കാണാൻ കഴിയുക. ഏതൊക്കെയാണ്? പ്രിനൈലേറ്റഡ് പ്രോട്ടീൻസ്, ഫാറ്റി അസൈലേറ്റഡ് പ്രോട്ടീൻസ്, ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ലിങ്ക്ഡ് പ്രോട്ടീൻസ്. പ്രിനൈലേറ്റഡ് പ്രോട്ടീൻസ്, fatty acylated proteins, glycosyl phosphatidyl inositol linked proteins. Prenylate proteins are proteins with the covalently attached to the hydrophobic isoprene polymers. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് പ്രിനൈലേറ്റഡ് പ്രോട്ടീൻസിൽ ഇത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഐസോപ്രിൻ പോളിമേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസ് എങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഐസോപ്രിൻ പോളിമേഴ്സ് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. These proteins are covalently attached with the hydrophobic isoprene polymers. അതാണ് പ്രിനൈലേറ്റഡ് പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത. ഫാറ്റി അസൈലേറ്റഡ് പ്രോട്ടീൻസ് ആക്ച്വലി it has a covalent attachment of fatty acid at certain amino acid residue. മോസ്റ്റ് കോമൺ ആർ മിരിസ്റ്റിക് ആസിഡ്, പാമിറ്റിക് ആസിഡ്. അപ്പോൾ ഫാറ്റി അസൈലേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദേ ഇൻക്ലൂഡ് ദ കോവാലൻ്റ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് ചില അമിനോ ആസിഡ് റെസിഡ്യൂ, പ്രോട്ടീൻസിൻ്റെ ചില അമിനോ ആസിഡ് റെസിഡ്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഏത് ആസിഡ്സാണ് കാണാൻ കഴിയുക? മിരിസ്റ്റിക് ആസിഡ്, 14 കാർബൺ നമ്പറുള്ള മിരിസ്റ്റിക് ആസിഡ്, ആൻഡ് പാമിറ്റിക് ആസിഡ്, 16 നമ്പർ ഓഫ് കാർബൺസ് ഉള്ള പാമിറ്റിക് ആസിഡ് എന്നിവയാണ് ഇതുമായി അറ്റാച്ച് ചെയ്ത് കാണാൻ കഴിയുക. അതാണ് ഫാറ്റി അസൈലേറ്റഡ് പ്രോട്ടീൻസ്. ഇനി GPI കോംപ്ലക്സ്, അതായത് GPI കോംപ്ലക്സ് മീൻസ് ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, അതിനെയാണ് നമ്മൾ GPI എന്ന് പറയുന്നത്. GPI കോംപ്ലക്സിൽ എന്തൊക്കെയുള്ളത്? ഫോസ്ഫോ ഇഥനലാമിൻ ഉണ്ട്, ഒരു ലീനിയർ ടെട്രാസാക്കറൈഡ് ഉണ്ടാവും, ഒരു ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഏറ്റവും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു വേർഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒഴിവാക്കരുത് ഒരു കാര്യങ്ങളും. സോ GPI കോംപ്ലക്സ് കണ്ടെയ്ൻസ് ഫോസ്ഫോ ഇഥനലാമിൻ, എ ലീനിയർ ടെട്രാസാക്കറൈഡ്, ഒരു ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ. ഇത്രയും മൂന്നും ചേർന്നിട്ടാണ് ഒരു GPI കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ഈ GPI കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ C ടെർമിനൽ ഓഫ് ദ പ്രോട്ടീൻസ് കാർബോക്സൈൽ ഗ്രൂപ്പ് ബൈ ആൻ അമൈഡ് ലിങ്കേജ്. ഇപ്പോൾ പ്രോട്ടീൻ്റെ C ടെർമിനലിലേക്ക് ഒരു അമൈഡ് ലിങ്കേജ് വഴിയാണ് ഇത് ബന്ധിപ്പിക്കപ്പെടുന്നത്, ഈ GPI കോംപ്ലക്സ്. അപ്പോൾ ഇതും ഒരു ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ ഉദാഹരണമാണ്. അപ്പോൾ പ്രിനൈലേറ്റഡ് പ്രോട്ടീൻ, ഫാറ്റി അസൈലേറ്റഡ് പ്രോട്ടീൻ, ഗ്ലൈക്കോ ഫോസ്ഫറ്റിഡൈൽ ഇനോസിറ്റോൾ ലിങ്ക്ഡ് പ്രോട്ടീൻ, ഇത്രയും ലിപ്പിഡ് ആങ്കേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, അതിൽ ഫാറ്റി അസൈലേറ്റഡ് ഓർക്കണം, മിരിസ്റ്റിക് ആസിഡ്, പാമിറ്റിക് ആസിഡ് ആയിട്ടാണ് കോമൺ ഫാറ്റി അസൈലേഷൻ നടക്കാറുള്ളത്. ഈ ഫാറ്റി ആസിഡുകളുമായിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഐസോപ്രിൻ പോളിമേഴ്സാണ് പ്രിനൈലേറ്റഡ് പ്രോട്ടീൻസിലുള്ളത്. പിന്നെ GPI കോംപ്ലക്സിലുള്ളത് എന്താണെന്നും ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സിനും മെംബ്രെയിൻ പ്രോട്ടീൻസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ G പ്രോട്ടീൻസും ചില പ്രോട്ടീൻ കൈനേസസും ഒക്കെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീനാണ്. 3ൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോട്ടീനിന് എക്സാമ്പിൾ പറഞ്ഞു, പെരിഫറൽ പ്രോട്ടീനിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്വാപോറിൻ. അതുപോലെ തന്നെ ആണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസിന് എക്സാമ്പിളാണ് G പ്രോട്ടീൻസും പ്രോട്ടീൻ കൈനേസസും. പ്രത്യേകിച്ച് നമ്മൾ ഹോർമോൺ ആക്ഷൻസ്, സെൽ സിഗ്നലിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എങ്ങനെയാണ് G പ്രോട്ടീൻ ആക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ G പ്രോട്ടീനുകളും അതുപോലെ CAMP ആക്ട് ചെയ്ത് കഴിഞ്ഞ് ആക്ടിവേറ്റ് ആവുന്ന പ്രോട്ടീൻ കൈനേസുകളുമൊക്കെ ലിപ്പിഡ് ആങ്കേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസാണ്. അപ്പോൾ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് രണ്ട് സർഫസിലും കാണാം. ഓക്കെ, അതുപോലെ ഔട്ടർ സർഫസിലും ഇന്നർ സർഫസിലും ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, ഔട്ടർ സർഫസ് ആണെങ്കിലാണ് G പ്രോട്ടീൻ വരുന്നത്, ഇന്നർ സർഫസ് വരുമ്പോൾ പ്രോട്ടീൻ കൈനേസ് വരും. അപ്പോൾ ഇതൊക്കെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്
എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ നോട്ട് ഉണ്ടാക്കുക, ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫംഗ്ഷനും ബാക്കിയുള്ള ഓർഗനൈസും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.